ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് 5 എപ്പിസോഡും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഗൗരിമോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ വിക്രം ഇങ്ങനെ വരുന്നുണ്ട്. അത് കണ്ടിട്ട് ഗൗരിമോൾ താഴത്തിറങ്ങിയിട്ട് പറയാണ്, നിങ്ങളിങ്ങനെ എൻ്റെ പിന്നിൽ കൂടെ വരുന്നത് എനിക്ക് ഇഷ്ടമില്ല, ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പോകാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാണ് കേട്ടോ. വിക്രം വന്നിട്ട് പിന്നിൽ കൂടെ പോവുകയാണ്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, അതെ സ്കൂളിൻ്റെ അകത്തേക്ക് വരണ്ട കേട്ടോ, പുറത്ത് തന്നെ നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഡ്രൈവർ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലീസിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ ആര് പറഞ്ഞു ഞാൻ പോലീസിലാണെന്നല്ല, കുറച്ച് ആൾക്കാരോട് ഇങ്ങനെ പറയുന്നിട്ട് എന്ന് പറയാം കേട്ടോ. ഞാൻ പോലീസിലൊന്നല്ല, പക്ഷേ ഞാനിവിടെ തന്നെ ഉണ്ടാവും ചില കാര്യങ്ങൾ നോക്കാമെന്ന് പറയും. അങ്ങനെ ഗൗരിമോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കളിയാക്കാണ് കേട്ടോ, നിനക്ക് ബോഡി ഗാർഡ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഗൗരിമോൾ വന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ എൻ്റെ പിന്നിൽ കൂടെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട്, ഇത് അച്ഛനെ ഏൽപ്പിച്ച ആളല്ലേ മോളെ എന്ന് പറയാൻ കേട്ടോ. ആരേൽപ്പിച്ചാലും എനിക്ക് ഇയാളെ എൻ്റെ പിന്നിൽ കൂടെ നടക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അങ്ങനെ ക്ലാസ്സിലിരുന്നിട്ട് പഠിക്കുന്നുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിലും കുറച്ച് മാറി അങ്ങോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാഷിയാണ് കാണിക്കുന്നത്. മാഷിങ്ങനെ റൂമിലിങ്ങനെ അളമാരിയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് വിക്രം മേടിച്ചു കൊടുത്ത ഷർട്ട് കാണാണ് കേട്ടോ, ഒരു അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക്. അപ്പോൾ അങ്ങനെ ആ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അരവിന്ദൻ്റെ കരച്ചിൽ കേൾക്കാണ് കേട്ടോ. ചെല്ലുമ്പോൾ വാതിൻ്റെ അവിടെ താലടിച്ച് വീണ് കിടക്കുകയാണ്. അപ്പോഴേക്കും മാഷ് ഓടി ചെന്നിട്ട് ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നെറ്റി പൊട്ടിയിട്ട് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം തന്നെ മാഷ് ഫോൺ എടുത്തിട്ട് വണ്ടി വിളിക്കാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രം എൻ്റെ വെച്ചാൽ അവർ ഇങ്ങനെ നിൽക്കുന്ന വിക്രം അവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവർ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഊണ് കഴിച്ചോ അങ്കളെന്നൊക്കെ ചോദിക്കുമ്പോൾ മോളാണെന്നുണ്ടെങ്കിലും മിണ്ടാതെ നിൽക്കുകയാണേ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആവശ്യമില്ല, എനിക്ക് ഭക്ഷണം വേണ്ടാന്നൊക്കെ പറയുമ്പോൾ മിസ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മിസ് ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണേ. അങ്ങനെ വിക്രം വന്നിട്ട് അടുത്തിരിക്കാനായിട്ട് അത് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനെ ഇപ്പോൾ തന്നെ വിളിക്കും, ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും വിക്രമിന് ഒരു കോള് വരികയാണ് കേട്ടോ. മാഷാണ് വിളിക്കുന്നത്. അരവിന്ദൻ ഹോസ്പിറ്റലായെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഈ തക്കത്തിന് ഗൗരിമോളാണെന്നുണ്ടെങ്കിൽ തറയിൽ നിന്ന് ഒരു കുറച്ച് ഉറുമ്പിനെ എടുത്തുകൊണ്ട് ഫുഡിലിടാണ് കേട്ടോ. ഇതിൽ ഉറുമ്പായി, എനിക്ക് വേണ്ട അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നീക്കി വയ്ക്കണം. അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് വേറെ ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ വിക്രം. ഇതേ സമയം വിക്രം മാഷ് വിളിച്ചിട്ട് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അരവിന്ദന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കണ്ട് ആമി അവിടെ നഴ്സാണ്. മോളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാനിക് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണു. ഇപ്പം മോൾ ഒബ്സർവേഷനിലാണെന്ന് പറയും കേട്ടോ ആമി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അരവിന്ദന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മോളുടെ അവസ്ഥയാണ് ഇത്തിരി കഷ്ടം എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് വേദനയാണ്. വേദന അടുത്തേക്ക് ഒരു ആണും ഒരു പെണ്ണും, അതായത് കല്യാണം കഴിച്ച് 2 പേര് വരികയാണ് കേട്ടോ. അന്ന് അവർ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു മലയാളി പെൺകുട്ടി തമിഴ്ത്തിയാണ് കേട്ടോ. അങ്ങനെ അവരവരുടെ പ്രശ്നം പറയുകയാണ്, ഞങ്ങളിങ്ങനെ സ്നേഹിച്ചതാണ്, പക്ഷേ ഇവരുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടി, പക്ഷേ എങ്ങനെ നോക്കിയിട്ടും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറയാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ വിക്രമ് തൻ്റെ കാര്യത്തിൽ നിർബന്ധിച്ച് താലി കെട്ടിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞോളാം, നിങ്ങളൊരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനൊക്കെ അവരെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ വേദ വിക്രമിൻ്റെ ഫോട്ടോ ബാഗിൽ നിന്ന് എടുത്തിട്ട് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, നമ്മൾ 2 പേരും ഒരുപാട് ശ്രമിച്ചിട്ടും നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ വിക്രം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ക്ലാസ്സിൽ ഇങ്ങനെ ഗൗരിമോൾ ഇരിക്കുന്ന സമയത്ത് വിക്രം ഫുഡ് വാങ്ങിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഗൗരിയോട് ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഫുഡ് കഴിക്കാത്ത പിള്ളേരൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് മിസ്സ് പറയുമ്പോൾ ഗൗരി എഴുന്നേറ്റ് പോകാൻ കേട്ടോ. അപ്പോൾ ഇത് എന്താ ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ ചപ്പാത്തിയാണെന്ന് പറയട്ടോ. ചപ്പാത്തി ഞാൻ കഴിക്കൂല, ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ അച്ഛൻ തന്നപ്പോൾ ഞാൻ ചപ്പാത്തി കഴിക്കില്ല, പക്ഷേ ചപ്പാത്തി കഴിക്കാൻ വേറൊരു മാർഗ്ഗമുണ്ട് എൻ്റെ കയ്യിൽ, എന്ത് മാർഗ്ഗമാണെങ്കിലും ഞാൻ കഴിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഐസ്ക്രീം എടുത്ത് കാണിച്ചു കൊടുക്കണം. അപ്പോഴേക്കും ഐസ്ക്രീം ആദ്യം 2 ചപ്പാത്തി ഐസ്ക്രീം തേച്ചിട്ട് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി തരാമെന്ന് പറയും കേട്ടോ. അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് മോൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിക്രം ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വിക്രം വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആമി റൂമിലുണ്ട്, അരവിന്ദൻ മരുന്ന് മേടിക്കാൻ പോയിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ എന്നാൽ ഞാൻ ആമിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആമിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ആമി എന്താ ഇത്, നല്ല ആളാണ്, അച്ഛന് വയ്യാണ്ട് കൊണ്ടുവന്നപ്പോൾ അച്ഛനെ നോക്കേണ്ട ആളാണോ കുഴഞ്ഞു വീണ് എടുക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആമിയാണെന്നുണ്ടെങ്കിൽ വിക്രമിനോട് അവിടെ ഇരിക്കാൻ പറയാൻ കേട്ടോ. അപ്പോൾ ഇരിക്കുമ്പോൾ എന്താ തോന്നുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈ കാണിച്ചിട്ട് വിക്രമിനോട് തൻ്റെ കയ്യിൽ വെക്കാൻ പറയാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ വിക്രം എഴുന്നേൽക്കാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറയും കേട്ടോ. എന്നിട്ട് വിക്രമിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് കയ്യിലിങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെയുള്ള അവസ്ഥയിൽ ആരോടും അധികം
സംസാരിക്കാറില്ല. അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ വിക്രമിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ പിടിക്കും കേട്ടോ. അപ്പോൾ അരവിന്ദനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ മെഡിസിൻ വെച്ചിട്ട് അരവിന്ദൊന്നും മിണ്ടാതെ പോകും. അപ്പോൾ അരവിന്ദും പറയുന്നുണ്ട് ആമിയും വിക്രം സംസാരിക്കുകയാണ്, അവർ സംസാരിക്കട്ടെ, ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മാഷുക്ക് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ, അവരുടെ മനസ്സിലെന്തോ ചിന്തകളുണ്ടെന്ന്. അതിനുശേഷം പിന്നെ മാഷിങ്ങനെ അതിന് ആലോചിക്കുകയാണ് കേട്ടോ, വിക്രമും വേദയും തമ്മിലുള്ള റിലേഷനെ പറ്റി. വേദയാണ് ഈ വീട്ടിലെല്ലാം, വേദയാണ് ഈ വീട് മാറ്റിയെടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നതായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങൾ മാഷിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സ്കൂളാണ് കേട്ടോ. സ്കൂളിൽ ഇങ്ങനെ ഒരു വൈകുന്നേരം ബസ്സിൽ കയറാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗരിമോളാണെന്നുണ്ടെങ്കിൽ ടീച്ചറോടൊക്കെ പറയും വണ്ടി കയറുന്നുണ്ടെന്ന്. പക്ഷേ ഗൗരിമോൾ അവിടെ തൂണിൻ്റെ മറയിൽ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ആ നേരത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ടായിരുന്നുള്ളേ. അപ്പോൾ വണ്ടി പോകണ കണ്ടപ്പോൾ വിക്രം വണ്ടിയിൽ പിന്നിൽ കൂടെ പോയി. മോള് കയറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത് വീട്ടിൽ ചെല്ലുമ്പോഴാണ്. അങ്ങനെ സേതുലക്ഷ്മി വന്നിട്ട് കുഞ്ഞെവിടെയും ചോദിക്കുമ്പോൾ കുഞ്ഞ് കയറിയിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു വിക്രം ചോദിക്കുമ്പോൾ അത് എന്നോടാണ് അവിടെ ചോദിക്കുന്നത്, തന്നെ പിന്നെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്, ബോഡി ഗാർഡാണെന്ന് പറഞ്ഞിട്ട് വെറുതെ നിന്നിട്ട് കാര്യമുണ്ടോ, കുഞ്ഞിൻ്റെ കാര്യം താൻ അന്വേഷിക്കേണ്ട, വണ്ടി കയറി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ സേതുലക്ഷ്മി വിക്രമിനെ. വിക്രമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് സേതുലക്ഷ്മി. പിന്നെ രാമയ്യൻ്റെ വണ്ടിയിൽ അവർ സ്കൂളിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റിനോട് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഞങ്ങൾ റൂമൊക്കെ നോക്കിയിട്ടാണ് പൂട്ടിയെന്നൊക്കെ പറയും കേട്ടോ. ഗേറ്റ് തുറക്കടോ താനും വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കാണ് കേട്ടോ. എല്ലാ ക്ലാസ് റൂമും കയറി ഇറങ്ങുന്നുണ്ട് വിക്രമും സേതുലക്ഷ്മി രാമയ്യനൊക്കെ കൂടിയിട്ട്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗൗരിമോൾ അവിടെ ഒളിഞ്ഞ് നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മോളെവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്നൊരു ചിരി കേൾക്കാണ് കേട്ടോ. ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്ന കാണുമ്പോട്ട് ചിരിക്കുകയാണ്. നോക്കുമ്പോൾ ഉണ്ട് ഗൗരിമോൾ ഒരു മരത്തിൻ്റെ മറകിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് സേതുലക്ഷ്മി വിക്രമിനെ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വിക്രമിനെ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഗൗരിമോൾ ചിരിക്കുന്നത്. വിക്രമിനെ വഴക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഗൗരിമോൾ ഇങ്ങനെ പണി ഒപ്പിച്ചത്. ഗൗരിമോൾ എടുത്തേക്ക് ഓടി ചെന്നിട്ട് എല്ലാവരും കൂടി ചെന്നിട്ടോ. അപ്പോൾ സേതുലക്ഷ്മിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് നീ എന്താടി കാണിച്ചത്, നീ എന്തിനാണ് ഇവിടെ ഒളിച്ച് നിന്ന്, നീ എന്തിനാണ് സ്കൂൾ ബസ്സിൽ വരാത്തത്, അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണെ. അന്നേരം വിക്രം പറയുന്നുണ്ട് വേണ്ട മേഡം വഴക്ക് പറയണ്ട, അറിയാതെ ചെയ്തതാവും, താൻ ആരോടോ രീതിയിൽ ഇടപെടാൻ, എൻ്റെ പേരക്കുട്ടിനെ വഴക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, താൻ പുറത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, അകത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗൗരിമോളുടെ അടുത്ത് വന്നിട്ട് വാ എന്ന് പറയുമ്പോഴത്തേനും ഗൗരിമോൾ കൈ തട്ടി മാറ്റിയിട്ട് വേഗം തന്നെ വണ്ടിയിൽ കയറിയിട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിനെയും വഴക്ക് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൗരിമോൾ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഒരു വണ്ടിയിൽ കയറി വീട്ടിലേക്ക് എത്താണ്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷവും ഗൗരിമോളോ അച്ഛമ്മ വഴക്ക് പറയുന്നതാണ് കേട്ടോ. മേലിൽ ഇതുപോലത്തെ പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അച്ഛനെ വിളിച്ച് പറയാം, അച്ഛൻ പറഞ്ഞോളും നിന്നോട്, ലാളിച്ചൻ്റെ ലാളിക്കൽ കൂടുതലായി പോയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ വീണ്ടും വിക്രം വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ വേണ്ട മേഡം വഴക്ക് പറയണ്ട, നീ ആരടാ അത് പറയാനായിട്ട്, തൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതി, കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ബോഡി ഗാർഡ് നിർത്തിയിട്ട് തൻ്റെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുന്നല്ലേ എന്നിരിക്കുന്നത്, ഞാൻ അത്യാവശ്യമായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ ആയിപ്പോയത്, മോള് വണ്ടി കയറിയിട്ടില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു, വണ്ടി പോകണ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ പിന്നിൽ കൂടെ പോകുന്നതാണെന്ന് പറയും. എന്ന് പറയും താൻ എന്തിനാടോ ഈ പണിക്ക് നിൽക്കുന്നത്, തനിക്കൊന്നും ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ താൻ ഇതിന് വരണ്ടെന്നൊക്കെ സേതുലക്ഷ്മി പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗൗരിമോളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഗൗരിമോൾക്ക് വിക്രമിനെ വഴക്ക് പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഗൗരിമോളെ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടും കരഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇനി മേലെ ഇത്തരം പരിപാടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അടി കിട്ടുന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം പേടിച്ചിട്ട് സേതുലക്ഷ്മി വീണ്ടും വിക്രമിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഇവിടെ ഞാൻ ആരൊക്കെ വഴക്ക് പറയണ്ട ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പോകുകയാണ്. പിന്നെ വന്നിട്ട് വിക്രം ഗൗരിമോളെടുത്ത് വന്നിട്ട് പറയാം ഞാനൊരു കാര്യം പറയട്ടെ, ചെമ്പുകത്തിനെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗൗരിമോൾ ഇത് ചെയ്തത്, അതെ അതിന് വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്, ഇപ്പോൾ വഴക്ക് കേട്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനൊക്കെ അറിയുന്നത്, ഇനി ചിരിച്ചോ എന്ന് പറയട്ടോ. അങ്ങനെ അപ്പോൾ ഗൗരിമോൾ ഇങ്ങനെ ചിരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് ഗൗരിമോൾ നേരെ അകത്തേക്ക് കൂടി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീടാണ് കേട്ടോ.
അതായത് ഗൗരിമോളെ വീട്ടിൽ വിക്രം ഇങ്ങനെ തിണ്ണയിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സെർവൻറ്റ് ഷീല വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് വെള്ളം കുടിക്കുന്ന ശീലമുണ്ടോ എന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ കൊടുക്കാൻ കേട്ടോ. അത് നിങ്ങളെവിടെയൊക്കെ എടുക്കുക, ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അല്ല രാമയ്യൻ്റെ റൂമിൽ കിടക്കാനാണ് അമ്മ പറഞ്ഞത്. വേണ്ട, ഞാനിവിടെ തിണ്ണയിൽ കിടന്നോളാം, എനിക്കത് ഇഷ്ടമല്ല, നല്ല തണുപ്പും ഒക്കെ ഉണ്ട് എന്ന് പറയട്ടെ. അതൊന്നും സാറില്ല. അപ്പോഴേക്കും ഗൗരിമോൾ ഒരു ടെൻറ്റും കൊണ്ടുവരാണ് കേട്ടോ. അതാ ഇത് ടെൻറ്റാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് അച്ഛൻ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാ, ഇതിപ്പോൾ തൽക്കാലം ആ മുറ്റത്ത് വിരിച്ചിട്ട് കിടന്നോന്ന് പറയും കേട്ടോ. അങ്ങനെ ആ ടെൻറ്റും കൊണ്ട് വിക്രമ പോകാൻ കേട്ടോ. അപ്പോൾ വിക്രമ പറയുന്നുണ്ട് ഈ ടെൻറ്റ് എനിക്ക് തന്നത് എന്തിനാണെന്ന് അറിയാം. അപ്പോൾ വിക്രമ ആ കാർട്ടൂൺ കണ്ടിട്ടുണ്ട് കേട്ടോ, ചോട്ടാക്കടക് എന്നുള്ള ആ ഒരു കാർട്ടൂൺ വിക്രമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ മോളോട് പറയുമ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. എന്നെ പച്ചോന്തും കോക്കാച്ചി തവളൊക്കെ വന്ന് പിടിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ ടെൻറ്റ് കെട്ടി ഇവിടെ കെടുത്തുന്നതെന്ന് ചോദിക്കട്ടോ. അതെ, അതിന് തന്നെയാണ്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പെട്ടുപോകൊന്നുമില്ല. ഞാൻ രാജാവാണ്, രാജാവ്. പിന്നെ രാജാവ്, അതെ ഞാൻ ചെമ്പൂകനല്ല, രാജാവാണ്, വിക്രമാദിത്യ മഹാരാജാവ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചിരിക്കുന്ന കാണുമ്പോൾ ഗൗരിമോള് പറയും, അല്ല നിങ്ങൾ ചെമ്പൂകൻ തന്നെയാണ്, രാവിലെ ആകുമ്പോഴേക്കും നിങ്ങളെ കോക്കാച്ചി തവളയും പച്ചോന്തൊക്കെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ വരികയാണ് കേട്ടോ. നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് എന്ന് ചോദിക്കട്ടോ. അതെ, ഒന്നോർത്ത പൂടികാട് പുറത്ത് കിടക്കുന്നത് തന്നെയാണ് നല്ലത്, വേണമെങ്കിൽ രാമയ്യൻ്റെ കൂടെ കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. വേണ്ട, ഞാനിവിടെ തന്നെ കിടന്നോളാന്ന് പറയാം കേട്ടോ. അങ്ങനെ വിക്രം അങ്ങനെ ഇരുന്നിട്ട് വേദന ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം മോള് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ വേദനയോട് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അയാൾ ചെമ്പൂകനല്ലാന്ന്, പിന്നെ അയാൾ വിക്രമാദിത്യ മഹാരാജാവാണെന്ന്. അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവോ എന്ന് ചോദിച്ച് നോക്കുമ്പോഴേക്കും മോള് പറയുന്നത് അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അച്ഛനോടും കുറേ വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ മോള് വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിക്രമിന് ഓർമ്മ വരികയാണ് കേട്ടോ. വിക്രമാദിത്യ മഹാരാജാവ് എന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് വേദ ഇങ്ങനെ ജനലിൻ്റെ അവിടെ വന്നിട്ട് വിക്രമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. വിക്രമും വേദയും തമ്മിലുള്ള കുറച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വേദ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിലും അവരെ വീട്ടിലിരുന്നിട്ട് വേദനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആമയാണെന്നുണ്ടെങ്കിൽ രാത്രി നിലവിളിക്കാനിട്ട് ആറിൻ്റെ വിളിക്കുകയാണ്. എന്നിട്ട് അച്ഛ അതേ അവർ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കട്ടിൻ്റെ മൂലയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്താ മോളെ ആര് വന്നെന്നാ മോള് പറഞ്ഞത്? കുറച്ച് ആൾക്കാർ വന്നു വെച്ചാൽ അവരെൻ്റെ മുഖം പൊത്തി എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ മോള് തോന്നുന്നതാണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കട്ടിൽമേൽ ഇട്ടിട്ട് അപ്പോഴേക്കും മാഷ് എഴുന്നേറ്റ് വരും കേട്ടോ. അങ്ങനെയൊക്കെ ഇടുന്ന മോള് അച്ഛൻ പോകല അച്ഛാന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അമീരായ ഒരു വിഷമം കാണുമ്പോൾ വിക്രമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരവിന്ദൻ പറയുന്നത് കാര്യമാക്കാനൊന്നുമില്ല, അത് മോളെ ഇത് സ്വപ്നം കണ്ടിട്ടാണ്, അവളിങ്ങനെയാണ്, ഇത് വലിയ അസുഖമൊന്നുമല്ല, അവളുടെ രീതികൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം അരവിന്ദനെ വിക്രമിനെ കൊണ്ട് ആമനെ കെട്ടിക്കിടന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വന്നു എന്ന് അപ്പോൾ തന്നെ പലപ്പോഴായിട്ട് മാഷ്ക്ക് മനസ്സിലാവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ ഷീല കാപ്പിയും കൊണ്ട് വരികയാണ് കേട്ടോ വിക്രമിന് വേണ്ടിയിട്ട്. കാപ്പിയും കൊണ്ട് വന്നപ്പോൾ വിക്രമിനെ അവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ മോളെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് അത്തല്ലേ മോളെ കളടൻ്റെ മോളെ എനിക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഇന്നിപ്പോൾ ചെമ്പൂകം പോയിട്ടുണ്ടാവും, പച്ചോന്തും ഒക്കെ കടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് മോൾ എഴുന്നേക്കാണ്. പിന്നെ കാണിക്കുന്നത് ആമിനെയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദനാണെന്നുണ്ടെങ്കിൽ അത്തത്തിന് കളം മെഴുകിയിട്ട് പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ ആമയാണെന്നുണ്ടെങ്കിൽ നനഞ്ഞ് മട്ടിലിങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വിക്രം വരും കേട്ടോ. അപ്പോൾ വിക്രം വന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കളടുന്നില്ലേ, എനിക്കൊരു മൂടില്ല, കളടാൻ മൂട് വേണവാ എന്ന് പറയട്ടോ. അങ്ങനെ വിക്രം ആമിനെ എടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഇവിടെ നിന്ന് എഴുന്നേറ്റേവെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചും കണ്ടിട്ട് കളടാൻ കൊണ്ടുപോകണം, വാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇടാം, ഞാനും കൂടി കൂടാൻ കളടാൻ എന്നൊക്കെ പറയട്ടോ. അരവിന്ദൻ ഞാൻ ഇട്ടോണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടോന്ന് പറഞ്ഞിട്ട് അരവിന്ദനെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കളട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും എനിക്ക് മടുത്തു, എന്നാൽ അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോട്ടോ. അങ്ങനെ മാഷ് വന്നിട്ട് ഇങ്ങനെ താഴ്ത്തി നിന്നിട്ട് കളയിടാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള അച്ഛൻ നമ്മളിങ്ങനെ കളയിടുന്നതെന്ന് പറയട്ടോ. എനിക്ക് ആമിനെ കുറിച്ച് എന്താ ചിന്ത, ആ കുട്ടിയെ കുറിച്ച് നിൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കട്ടെ. അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത്? അല്ല അരവിന്ദന് മറ്റെന്തൊക്കെയോ പ്ലാനുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയുന്നു ആർക്കും എന്ത് പ്ലാൻ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് അച്ഛനറിഞ്ഞൂടെ, വേദയ്ക്കല്ലാതെ എൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിന് സ്ഥാനമില്ല എന്നുള്ളത് അച്ഛനറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്കതറിയാം, പക്ഷേ നീ അങ്ങനെ ഒരു പ്രതീക്ഷ ആ പെൺകുട്ടിക്ക് കൊടുക്കരുത്. ഇല്ല അച്ഛാ, എനിക്കറിയാം ആരെ എവിടെ നിർത്തണം എന്നുള്ള കാര്യം, ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ വിക്രം മാഷിനെ.
പിന്നെ കാണിക്കുന്നത് മോളെയാണ് കേട്ടോ. മോള് വന്നിട്ട് ടെൻറ്റിൽ നോക്കുകയാണ് വിക്രമിനെ പച്ചോന്തും കോക്കാച്ചിത്തവളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ അച്ഛമ്മയും ഷീലയും കൂടിയിട്ട് പൂക്കളിടുന്നുണ്ട് കേട്ടോ. ദേ ഇല്ല, ഇവിടെ ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങോട്ട് പോയി. അപ്പോൾ ആവോ കാണുന്നില്ല എന്ന് പറയും. അങ്ങനെ വേദ വിളിക്കുകയാണ് കേട്ടോ. വേദ വിളിക്കുമ്പോൾ വേദനോട് വീഡിയോ കോളിലൂടെ പറയുകയാണ് മോളെ അമ്മേ അതെ ചെമ്പൂകനെ കോക്കാച്ചിത്തവളെയും പച്ചോന്തൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ആ ദേ കണ്ടില്ലേ ടെൻറ്റ് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അച്ഛമ്മ എന്തെടുക്കുക, അച്ഛമ്മ കളടാ എന്ന് പറയും കേട്ടോ. ആണോ നീ മോള് കളട്ടില്ലേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഡിസൈൻ എൻ്റെയാ എന്നൊക്കെ പറയട്ടോ. ഡിസൈൻ സത്യം പറയും മോളാണോ ഡിസൈൻ പറഞ്ഞു കൊടുത്ത്? അല്ല കള്ളം വട്ടത്തിലിടാൻ പറഞ്ഞത് ഞാനാണെന്ന് പറയും കേട്ടോ. ആഹാ അങ്ങനെയല്ലേ എന്ന് ചോദിക്കട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ വീണ്ടും പറയേണ്ട അമ്മ ചെമ്പുകം പോയി കണ്ട ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ടെൻറ്റ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ടെൻറ്റോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ ടെൻറ്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്ക് അത് അച്ഛൻ്റെയാ, ഞാൻ കൊണ്ട് കൊടുത്തത് ചെമ്പുകത്തിന്. ഇതിൽ ഈ ഗുഹയിൽ ചെമ്പുകം കിടന്നിട്ടുണ്ടെങ്കിലേ ചെമ്പുകത്തിൻ്റെ കോക്കാച്ചിത്തവളെയും പച്ചൊന്നും പിടിച്ചിട്ട് പോകുന്നു ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായില്ലേ, കണ്ടില്ലേ സത്യമാണ്, അയാളെ പിടിച്ചിട്ട് പോയി എന്ന് പറയും. മോളപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് വിക്രം പോയി എന്നാണ് കേട്ടോ. അപ്പോൾ മോൾ അച്ഛമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തേന്ന് പറയും കേട്ടോ. അങ്ങനെ വേദ കോള് കൊണ്ടിട്ട് അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വേദനോട് സംസാരിക്കണം എന്താ മോളെ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ തോന്നുമ്പോൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരാൾ എന്തിനാണ് മോളെ ഏൽപ്പിച്ചത്? ഇത് അന്നേ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അയാൾക്ക് തോന്നുമ്പോൾ അയാൾ പോവുകയാണോ ചെയ്യുന്നത്? അയാൾ ഇങ്ങോട്ട് പോയതെന്ന് അറിയില്ല മോളെ, പക്ഷേ അയാളൊരു പാവമാണെന്ന് തോന്നുന്നു. പാവമായാലും അല്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും ഓണം കഴിഞ്ഞാൽ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരും. അല്ല മോളുടെ സ്കൂള് വലിയ ക്ലാസ്സിലൊന്നും ആയിട്ടില്ലല്ലോ, ഇവിടെ പഠിച്ചാലും മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അയാൾ വരുമായിരിക്കും മോളെ, തരുൺ ഏൽപ്പിച്ചതല്ലേ അയാളെ, അത്രയും വിശ്വാസമായിട്ടല്ലേ ഏൽപ്പിച്ചത്. അതൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങനെ എപ്പോഴെപ്പോഴും പോകുന്ന ഒരാളെ എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വയ്ക്കാൻ കേട്ടോ. അങ്ങനെ ഷീലയും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടെൻ്റ് അടിക്കാൻ അയാൾ ഇനി വരാനൊന്നും പോകുന്നില്ല എന്ന് മോള് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തരുണിനോടും മറ്റേ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തരുണും വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ആൻഡ്രൂ സാറ് വിക്രമിനെ വിളിക്കാൻ, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്കൊന്ന് പോയതാണ്. നീ ഇങ്ങനെ പറയാതെയാണോ വീട്ടിലേക്ക് പോകുന്നത്? അവരൊക്കെ നീ പോയി എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പം ഞാൻ എന്നെ വെളുപ്പിനെ തന്നെയാണ് പോകുന്നത് സാറേ, അവരൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നെ അത്രയും ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യമാണ് നിന്നെ ഏൽപ്പിച്ചത്. അതിലൂടെ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നീ ഒരു വിശ്വസ്തനാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനത് ചെയ്തത്. പക്ഷെ നീ അത് ഇല്ലാതാക്കല്ലേ വിക്രം എന്ന് പറയാണ് കേട്ടോ. ഇല്ല സാറേ ഞാനിനി ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. ശ്രദ്ധിക്കാമെന്ന് പറയാൻ അവർ വിചാരിച്ചിരിക്കുന്നത് നീ രാവിലെ തന്നെ പറയാണ്ട് പോയപ്പോൾ അവർ പോയി എന്നാണ്. നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലാൻ നോക്കാൻ പറയുമ്പോൾ ശരി സാറേ ഞാൻ ഇപ്പോൾ തന്നെ പൊക്കോളാമെന്ന് ഡിക്കുറി സാറിനോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നെ മോളിങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ചെമ്പുകം, അതായത് വിക്രം വരികയാണ് കേട്ടോ. വിക്രം വരുമ്പോഴേക്കും തരുണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ വന്നിട്ടുണ്ട് അയാൾ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് തരുൺ വിക്രമിനെ വഴക്ക് പറയുകയാണ്. താൻ എന്തോ കാലത്ത് തന്നെ അവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. സാറേ എനിക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, ഒരു ജോലി ചെയ്യുമ്പോൾ അതിലൊരു ചില സാമാന്യ മര്യാദകളുണ്ട്, പോകുമ്പോൾ പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ. ഞാൻ വെളുപ്പിനെ തന്നെ പോയി, ഇവിടെ ആരും എഴുന്നേറ്റിട്ടുണ്ടായില്ല, ആരും എഴുന്നേറ്റായാലും ഇല്ലെങ്കിലും താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അത് ഞങ്ങൾ ഇൻഫോം ചെയ്യേണ്ടത് തൻ്റെ കടമയാണ്. ഞാനും എൻ്റെ വൈഫും ഒന്നും ഇതേപോലെ ഒരു ജോലിയിൽ നിന്ന് വിട്ടെറിഞ്ഞ് പോകില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഇതുപോലുള്ള ജോലിയല്ലല്ലോ സാറേയും ചോദിക്കുകയാണ്. എല്ലാ ജോലിയും അങ്ങനെ തന്നെയാണ്, അതിനേക്കാൾ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ് ഞാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് താൻ അതിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. എന്താ അങ്ങനെ നോക്കണമെന്ന് ചോദിക്കാനുണ്ട്. വേണ്ട സാറേ ഞാനിനെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ വിക്രം തരുണിനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് തരുൺ മറ്റേ ഗൗരിമോളുടെ അടുത്ത് വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ വരില്ല എന്ന് വിചാരിച്ചോ? ഞാൻ വിചാരിച്ചു ചെമ്പൂകൻ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവും, ചെമ്പൂകനെ പച്ചൊന്നും കോക്കാച്ചിത്തവളെയും കൊത്തിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ വിക്രം പറയാം, അതെ ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് നോക്കിയിരുന്നു, പക്ഷേ പച്ചൊന്നും കോക്കാച്ചിത്തവളൊന്നും വന്നില്ല എന്ന് പറയും കേട്ടോ. സത്യം വന്നില്ലേ? ഇല്ല വന്നില്ല, വന്നെങ്കിൽ ഞാൻ ശരിപ്പെടുത്തിയേനെ, നോണ പറയണതാണ്, രക്ഷപ്പെട്ട് ഓടിയിട്ട് പിന്നെ തിരിച്ചു വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അല്ല സത്യമായിട്ടൊന്നും അറിയട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവരാജനെയാണ് കേട്ടോ. ദേവരാജൻ്റെ അടുത്തേക്ക് കുറച്ച് രാഷ്ട്രീയ പാർട്ടികളും ആൾക്കാരൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ വേദന ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അതൊരു അയാൾ പറയുന്നുണ്ട്, ഞാൻ 2-3 തവണ അവരെ സബ് കളക്ടറെ കണ്ടു നോക്കി, പക്ഷെ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരെ മോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അവൻ്റെ അമ്മയുടെ കൂടെയാണ്, പക്ഷേ തമിഴ്നാട്ടിൽ ഇവിടെ തരുണും
വേറെ വേറെ ഗസ്റ്റ് ഹൗസിലാണെന്ന് പറയും. വേറെ വേറെ ഗസ്റ്റ് ഹൗസിലോ? അതെ, അവർ രണ്ടുപേരും 2 സ്ഥലത്താണ് താമസിക്കുന്നത്. എന്തായാലും ഈ ഓണത്തിന് നമുക്ക് അവളുടെ മോളൊന്ന് കാണണം. അതുവഴി അവൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗൗരി മോളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ് അവർ തയ്യാറാക്കുന്നത്. അത് ഈ ഓണത്തിന് തന്നെ നടപ്പിലാക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവർ കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ശരി അത് തന്നെ നമുക്ക് ചെയ്യാം, എന്തായാലും നമുക്ക് അവൾക്കൊട്ടൊരു പണി കൊടുക്കാം എന്നുള്ളത് തന്നെ പറയാൻ. പിന്നെ കാണിക്കുന്നത് മാഷിൻ്റെ വീടാണ് കേട്ടോ. മാഷ് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡായി, വെള്ളിയാഴ്ച ആയപ്പം നമ്മുടെ വിക്രം വീട്ടിലേക്ക് തിരിച്ച് പോന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ്ക്ക് അരവിന്ദനും ആമിക്കും കൂടിയിട്ട് ഓരോ ജോഡി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ അരവിന്ദനാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് അറിയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ആരും ഓണക്കോടി ഒന്നും തരാറില്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു ഓണക്കോടി കിട്ടുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, ഞാൻ ഇവനെങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ അരവിന്ദനും എൻ്റെ മോനെ കാണാമെന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ ആമിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടുകൂടി നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും നോക്കുന്നത്. അപ്പോൾ ആമി പറയും താങ്ക്സ് ഫോർ എവറിത്തിങ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് മോളെയാണ് കേട്ടോ. മോളിങ്ങനെ വരുമ്പോൾ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേക്കും ഓടി വരും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നിൽക്കാം കേട്ടോ. അമ്മയാണോ? ഞാൻ വിചാരിച്ച അച്ഛനാണെന്ന്. അതെന്താ അമ്മ ഈ നേരത്തെ തന്നെയല്ലേ വരാറ്, എന്താ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വരുന്നത്? നിങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് വന്നൂടെയും ചോദിക്കാൻ കേട്ടോ. അമ്മ ജോലി സ്ഥലത്ത് നേരെ വരികയല്ലേ, അച്ഛൻ വേറെ സ്ഥലത്തല്ലേ ജോലി ചെയ്യുന്നത്, അപ്പോൾ അവിടെ നിന്ന് വന്ന് വരുന്നതല്ലേ, എന്നാലും നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് വന്നൂടെ, നിങ്ങൾ എന്തെങ്കിലും 2 പേരും ഒരുമിച്ച് വരാത്തതെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ വേദ വിഷയം മാറ്റാനായിട്ട് വേദ പറയുന്നുണ്ട്, മോൾക്ക് കുറേ സാധനങ്ങൾ അമ്മ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. ചെമ്പുകൻ വാളും കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്ക് സേതുലക്ഷ്മി വരാണ് കേട്ടോ. അമ്മേ എൻ്റെ കൊച്ചു പറയുന്നത്, ഗൗരിമോള് പറയുന്നത് വാളും കൊണ്ടൊക്കെയാണ് അയാൾ നടക്കുന്നത്. മോൾക്ക് എന്താ, മോൾക്ക് വട്ടുണ്ടോ? അതിൻ്റെ കയ്യിൽ വാളൊന്നുമില്ല, ഇവൾ വെറുതെ പറയണത്. അപ്പോൾ സത്യമാണ് അമ്മേ, സത്യമാണ്. വാളെ കടുകുമണിയോളം ചെറുതാക്കും, പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് ആ കടുകുമണി എടുത്ത് ഊതുമ്പോൾ അത് വലിയ വാളായിട്ട് മാറും. അപ്പം അതിന് മറ്റുള്ളവരെ ആക്രമിക്കും. അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയട്ടോ. അപ്പോൾ അച്ഛമ്മ പറയണം, വായെടുത്തായി കൊച്ചു നോണ മാത്രമേ പറയുള്ളൂ എന്ന് പറയും കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് സത്യം. അപ്പോൾ വേദ പറയുന്നത്, നോണയല്ല അമ്മയെ, ഭാവന വളരുന്നതാ, ബുദ്ധി വികസിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അമ്മ ഇതൊക്കെയെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും തരുണിൻ്റെ കാറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആ തരുണിൻ്റെ കാറ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വേദയാണെന്നുണ്ട്. തരുൺ കാറ് വരുന്നതിന് മുമ്പ് തന്നെ വേദ എനിക്കിനോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊച്ചിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ വേദ പറയുന്നുണ്ട്, എനിക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒരുപാട് ഡ്രസ്സും സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഏത് നേരം വിക്രമിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ പറയണത്. പേര് പറയുന്നില്ലെങ്കിലും ചെമ്പൂകനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അവന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തരുൺ വരികയാണ് കേട്ടോ. തരുൺ വരുന്ന വഴിക്ക് തന്നെ മോള് വിക്രമിൻ്റെ അടുത്തു നിന്ന് വിക്രമിൻ്റെ അല്ല വേദയുടെ അടുത്തു നിന്ന് ഓടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് തരുണിനെ കെട്ടിപ്പിടിച്ചെന്ന് ഒരു പൊടി സ്നേഹം വേദനയേക്കാളും കൂടുതൽ തരുണിനോട് കാണിക്കുന്നത് കാണുമ്പോൾ വേദയ്ക്ക് ചെറിയൊരു വിഷമൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തരുൺ വന്നിട്ട് അച്ഛൻ്റെ മോൾ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വേദ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വേദ ഇങ്ങനെ നീങ്ങിക്കാണ് കേട്ടോ തരുൺ വരുമ്പോൾ. അങ്ങനെ മോള് പറയുന്നുണ്ട്, അച്ഛ കുറേ വിശേഷങ്ങൾ അച്ഛനോട് മോൾക്ക് പറയാനുണ്ടെന്ന് പറയട്ടോ. ആണോ? അതൊക്കെ അച്ഛൻ കേൾക്കാട്ടോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വേദ പറഞ്ഞു, മോളെ വാ, അകത്തേക്ക് വാ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2 പേരും എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്, ഒരുമിച്ച് വന്നോട്ട് നിങ്ങൾക്ക് 2 പേർക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മോള്. പിന്നെ അകത്തേക്ക് വന്നതിന് ശേഷം വേദ മോൾക്കുള്ള ഡ്രസ്സും അതുപോലെ സേതുലക്ഷ്മിക്കുള്ള ഡ്രസ്സും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്ക് മാത്രം ഞാൻ ഓണക്കോടി എടുത്തിട്ടുള്ളൂ, രാമയ്ക്കും ഗീതയ്ക്കും കാശ് കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം വേദ ഇങ്ങനെ അകത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും തരുൺ പറയാണ്, ഞാനും ഓണക്കോടി വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് കൊടുക്കാൻ കേട്ടോ. വേദ ഇങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും വേദന നിർത്താണ്. വേദ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഓണക്കോടി വേദയുടെ കയ്യിൽ കൊടുക്കാണ്ട്, ഇതെന്തത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് വേദയ്ക്ക് ഒരു ഓണക്കോടിയാണ്, ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു എന്ന് പറയും കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കും, പിന്നെ രാമയ്ക്കും ഷീലയ്ക്കും കൊടുക്കും. അങ്ങനെ 2 പേർക്കും അവർക്കും എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ മോന് മേടിച്ചില്ലേ മോനേന്ന് സേതുലക്ഷ്മി ചോദിക്കുമ്പോൾ ഓണക്കോടി അങ്ങനെ നമുക്ക് സ്വന്തം എടുക്കുന്നതല്ലല്ലോ അമ്മേ, ആരെങ്കിലും തരുമ്പോഴല്ലേ അത് ഓണക്കോടി ആവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ സേതുലക്ഷ്മിക്ക് വിഷമമായിട്ട് സേതുലക്ഷ്മി വേദനയോട് പറയുന്നത്, 5 വർഷമായില്ലേ മോളെ, ഈ വർഷമെങ്കിലും അവനൊരു ഓണക്കോടി മോൾക്ക് എടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, പതിവില്ലാത്ത ശീലങ്ങളൊന്നും തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയെന്ന് പറഞ്ഞിട്ട്
അവിടെ നിന്ന് പോകും കേട്ടോ. എന്നിട്ട് മോള് പറയുന്നുണ്ട് അമ്മ ചെയ്തത് അൺഫെയർ ആണെന്ന് പറയും കേട്ടോ. എന്ത് അച്ഛന് മാത്രം ഡ്രസ്സ് എടുക്കാഞ്ഞത് ശരിയായില്ല എന്ന് പറയും കേട്ടോ. ഇത് ഞാൻ സമ്മതിക്കില്ല, നാളെ നമുക്ക് 3 പേർക്കും കൂടിയിട്ട് പുറത്ത് പോകണം, എന്നിട്ട് അച്ഛന് ഡ്രസ്സ് എടുക്കണം എന്ന് പറയും കേട്ടോ. അതൊന്നും വേണ്ട എന്ന് പറയും കേട്ടോ. വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടി ഒറ്റ കരച്ചിലാണ് കേട്ടോ. അതേ ഗൗരിമോളെ നീ ഇങ്ങനെ വാശി പിടിക്കരുത്. അപ്പോൾ സേതുലക്ഷ്മി പറയാണ് എന്താ നിങ്ങൾക്ക് 3 പേർക്കും കൂടി പൊക്കൂടെ മോളുടെ ഒരു ആഗ്രഹമല്ലേ അമ്മേ, ഇത് തമിഴ്നാടല്ല തിരുവനന്തപുരമാണ്, അത് വെച്ചിട്ട് നിങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ഒളിച്ച് ജീവിക്കാൻ പോകാണ്, ഇങ്ങോട്ടെങ്ങാനും നിനക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ നീ ഇവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അമ്മ വരണം, ഉറപ്പായിട്ടും വരണം, എൻ്റെ സ്കൂളിൽ പിള്ളേർ ഒക്കെ അച്ഛനും അമ്മയും കൂടെ പോകും, ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് പോകുന്നത്, അമ്മ എന്താ അച്ഛനെയും കൂടിയിട്ട് ഒരുമിച്ച് എന്നെയും കൂടെ പുറത്ത് കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ച് വാശി പിടിച്ച് കരയാണ്. അങ്ങനെ സമ്മതിക്കുകയാണ് കേട്ടോ അവസാനം ഒരുമിച്ച് പോകാനായിട്ട്. പിന്നെ കാണിക്കുന്നത് ഇവർ 3 പേരും കൂടെ പുറത്ത് പോകാൻ കേട്ടോ. ബീച്ചിൽ പോയിട്ട് ഇവർ 2 പേരും സെൽഫി എടുക്കുന്ന സമയത്ത് വേദ മാറി നിൽക്കണം കാണുമ്പോൾ ഗൗരിമോള് വേദനയും കൂടി പിടിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തരുൺ ഇങ്ങനെ അവർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഗൗരിമോളാണെന്നുണ്ടെങ്കിൽ 2 പേരുടെ കൈയും പിടിച്ച് സന്തോഷിച്ച് ചാടിപ്പാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുമിച്ച് നടക്കണതിൻ്റെ കൂട്ടത്തിൽ ഗൗരിമോൾ ചോദിക്കുകയാണ് നിങ്ങൾ 2 പേരും എന്താണ് സംസാരിക്കാത്തത്, നിങ്ങൾ 2 പേരും എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾ പോലീസും കളക്ടറും ആയതുകൊണ്ടാണോ ഇങ്ങനെ 2 പേരും പരസ്പരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. പെട്ടെന്ന് ഗൗരിമോൾ ഗൗരിമോൾ പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ തരുൺ ഇങ്ങനെ വേദന ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ടേ. അപ്പോൾ ഗൗരിമോൾ പറഞ്ഞു എൻ്റെ സ്കൂളിൽ അച്ഛനും അമ്മയും പിള്ളേരുടെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴേ അവരൊക്കെ എന്തുമാത്രം സംസാരിച്ച് കളിയും ചിരിയും, ഇത് 2 പേരും ഒന്നും പരസ്പരം മിണ്ടൂല, നിങ്ങൾ എന്താ അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മോറും വീർപ്പിച്ച് നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും കേട്ടോ. പിണങ്ങി പോകും. അപ്പോഴേക്കും വേദന എടുത്ത് വന്നിട്ട് തരുൺ ഇങ്ങനെ വേദ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് തരുൺ അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്നത് നന്ദിനിയും വിനായകനും കൂടിയിട്ട് മാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഇത് വലിയ വീടാണല്ലോ, ഇഷ്ടം പോലെ പറമ്പുണ്ടല്ലോ എന്ന് പറയാം കേട്ടോ. ഇത് വല്ല തറവാടൊക്കെ ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ 4 സെൻറ്റ് വെച്ചിട്ട് വിറ്റിട്ടുണ്ടെങ്കിലേ നന്നായിരിക്കും. ഒന്ന് മിണ്ടാടുക്കും മനുഷ്യ, വന്ന് കയറിയപ്പോഴത്തേനും അങ്ങനെ ഒരു കച്ചവടം. അല്ല നമ്മളിങ്ങനെ വന്നത് അച്ഛനെ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ പാറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നുമില്ല, വിശേഷനും വരാറില്ലല്ലോ, വിശേഷനും പിന്നെ ബിസിനസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദിനി വന്നിട്ട് കോണിമേൽ അടിക്കട്ടോ. അപ്പോഴേക്കും ആമി വരാനിട്ട് ആരാന്ന് ചോദിക്കട്ടോ. അല്ല സുധാകരൻ മാഷിൻ്റെ വീട് ബാക്കിലാണ് എന്ന് പറയട്ടോ. ആണോ, അന്ന് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറയട്ടോ. അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിക്രമിൻ്റെ ചേട്ടനാ. ആണോ, എന്നാൽ അതെ ഇതിലേക്കൂടെ അകത്ത് കയറിയാൽ മതി, ബാക്കിൽ കൂടെ പോകണമെന്നില്ല, ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും ഒരു വീടാന്ന് പറയട്ടോ. അങ്ങനെ അവരകത്തേക്ക് ഇങ്ങനെ ക്ഷണിച്ച് കൊണ്ടുവന്നിട്ട് അകത്ത് ഇരുത്താനിട്ട് അപ്പോഴേക്കും അരവിന്ദൻ വരും കേട്ടോ. അരവിന്ദനോട് വീടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട് ഇത് പഴയ വീടാണ്, ഒരുപാട് അവകാശികളൊക്കെ ഉണ്ട് ഈ വീട്, കാരണന്മാരായിട്ട് സമ്പാദിച്ചിട്ട് എന്നതാണ്, നമ്മളിതിങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുള്ളൂ എന്ന് പറയട്ടോ. അവകാശികളൊക്കെ നമുക്ക് ശരിയാക്കാം, അവകാശികളൊക്കെ എല്ലാം പഴയ തലവാടുകൾക്ക് അങ്ങനെയാണ്, അവകാശികളൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും. പക്ഷേ അവരൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി എല്ലാവരും കൂടെ സംഘടിപ്പിച്ചിട്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വീട് വിൽക്കാനായിട്ട്. അപ്പോഴേക്കും മാഷ് അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയാൻ വന്ന വഴിക്ക് തന്നെ വീട് ഒഴിപ്പിക്കണോ വിനായക എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല അച്ഛാ ഞാൻ ഈ വീട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ. അല്ല പറയുന്നത് പറയല്ല, വിനായകനൊരു സാധ്യത പറഞ്ഞതാണെന്ന് പറയട്ടോ. ഇവനങ്ങനെ ഒഴിപ്പിക്കാനാണ് ഇഷ്ടം, കൂട്ടിയോജിപ്പിക്കണമെന്നും ഇവനറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി വിനായകനോട് ചോദിക്കുകയാണ് എന്താണ് 2 പേരും കൂടി ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. അല്ല ഓണമല്ല അച്ഛാ, 3-4 ദിവസം അച്ഛൻ്റെ കൂടെ നിന്നിട്ട് പോകാമെന്ന് കരുതി എന്ന് പറയട്ടോ. അത് നല്ല കാര്യം. അപ്പോൾ ബാക്കിലാണ് നമ്മളെ വീട്, ബാക്കിൽ കൂടെ പൊക്കോളാൻ പറയട്ടോ. അങ്ങനെ അവർ 2 പേരും കൂടെ ബാക്കിൽ കൂടെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അച്ഛൻ നമ്മൾ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടെന്ന് നന്ദിനി പറയാം കേട്ടോ. അപ്പോൾ അച്ഛൻ പെരുമാറിയതൊട്ട് ശരിയായില്ല, നീയും അച്ഛനോട് പെരുമാറിയിട്ടുള്ളോ നല്ല രീതിയിലൊന്നും അല്ലല്ലോ എന്ന് വിനായകൻ പറയും കേട്ടോ. എന്തായാലും വന്നില്ലേ, നമുക്ക് 3-4 ദിവസം ഇവിടെ നിൽക്കാം, നമ്മൾ വിചാരിച്ച കാര്യം നടത്തി പോകാം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ വിക്രമും ബാക്കിലിരിക്കുന്നുണ്ടാവും കേട്ടോ. ആമി അവിടെ വന്നിട്ടുണ്ടാവേ. അപ്പോൾ വിക്രം ഓടി വന്നിട്ട് വിനായകനെ പിടിക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങൾ കയറിയിരിക്കും, ഞാൻ ചായ ഇട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേണ്ട കുട്ടി, ഞങ്ങൾ ചായ ഇട്ടോളാം എന്ന് പറയും കേട്ടോ. ഞങ്ങൾക്കുള്ള ചായ ഇടാനേ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ആമിക്ക് വല്ലാതെ ആവട്ടോ. ആമിയൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മാഷ അവിടേക്ക് വരികയാണ് കേട്ടോ. എന്തായാലും വന്നതല്ലേ നന്ദിനി, ഒരു കാര്യം ചെയ്യ്, നന്ദിനി പോയിട്ട് ചായ ഇട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആമിക്കും ആമിയുടെ അച്ഛനും അരവിന്ദന് ഈ സമയത്ത് ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട്, ചെല്ല് എന്ന് പറഞ്ഞിട്ട് ചായ ഇടാൻ പറഞ്ഞേക്കോ. വന്നപ്പോഴത്തേനും അങ്ങനെ എനിക്ക് പണി തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അല്ല അച്ഛാ, ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു നനഞ്ഞ മട്ട്, വലിയ ഉഷാറില്ല, കത്തിക്കരിഞ്ഞ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ആ കുട്ടി അങ്ങനെ, ആ കുട്ടിയുടെ പ്രകൃതി അങ്ങനെയാണ്, നീ ഇപ്പോൾ തൽക്കാലം പോയി ചായ എടുക്ക് എന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വിനായകന് ഒരു മാറ്റമില്ല, നന്ദിനിക്ക് ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കണ കൂട്ടത്തിൽ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ചായ എടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രമിൻ്റെ ഫോണിലേക്ക് തരുൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആയി, അപ്പോൾ അവർക്ക് പോകണം. അപ്പോൾ വിക്രമിനെ വിളിക്കുമ്പോൾ വിക്രം പറയും, എൻ്റെ ചേട്ടനും വൈഫൊക്കെ വന്നിട്ടുണ്ട് സാറേ, ഞാൻ സ്കൂളിലേക്ക് എത്തിയാൽ പോരേന്ന് ചോദിക്കാൻ കേട്ടോ. എന്നാൽ ശരി എന്ന് പറയും കേട്ടോ. അത്രയ്ക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് തരുൺ ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയത്ത് നന്ദിനി ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാനായിട്ട് എല്ലാവർക്കും. ആ ചായ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ വിക്രമിനോട് നന്ദിനി പറയുന്നത്, നിനക്കൊരു 1000 പണി കിട്ടിയെന്ന് അറിഞ്ഞല്ലോടാ എന്ന് പറയും. അപ്പോൾ വിനായകൻ ചോദിക്കും, നീ ജയിലിൽ പോയി ഇത്ര വലിയ പഠിപ്പൊക്കെ പഠിച്ചിട്ട് കുട്ടീനെ നോക്കാൻ നടക്കുകയാണോ അവിടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ നമ്മുടെ വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ വിനായകൻ ചോദിക്കും, നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ വാ, ഇതിലും വലിയ ശമ്പളം ഞാൻ വാങ്ങിച്ചു തരാം. എന്നെ അങ്ങോട്ട് സ്ഥല കച്ചവടത്തിന് പോകുമ്പോഴേ ചില ഇടപാടുകാർക്ക് ഇത്തിരി തണ്ടും തടിയും ഇത്തിരി കയ്യേറ്റമൊക്കെ കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ ഒതുക്കാനായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവണം, നല്ലതാണെന്ന് പറയും കേട്ടോ. കൂലിക്ക് തല്ലാൻ പോകുന്നത് അവൻ്റെ ജോലിയല്ല എന്ന് മാഷ് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കുട്ടിക്ക് നേരെ എന്തെങ്കിലും ആക്രമണം വന്നാലേ തടുക്കാനല്ലേ ഇവനെയും കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദ മോളെ ഒരുക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂൾ ബസ്സിൽ പോകണ്ട, ഇന്ന് അച്ഛനും അമ്മയും കൂടി മോളെ കൊണ്ടുവന്നാക്കി തരാം, വേദ താൻ പോയിട്ട് റെഡി ആയിട്ട് വായെന്ന് പറയാം. ഹായ്. അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമാവട്ടെ, അച്ഛനും അമ്മയാണെന്ന് എന്നെ കൊണ്ടുവന്നാക്കുന്നത്, അച്ഛനമ്മയും കൊണ്ടാക്കാമെന്ന് പറയും കേട്ടോ. അങ്ങനെ വേദനോട് പറയുന്നുണ്ട്, കാറിൽ കയറിക്കോ, മറ്റേ വേദന കാറിനോട് ഫോളോ ചെയ്താൽ മതി എന്ന് പറയാൻ പറയും കേട്ടോ. അങ്ങനെ തരുണിൻ്റെ കാറിൽ കയറിയിട്ട് മോളും വേദയും പിന്നെ ഗൗരിമോളും കൂടിയിട്ട് പോകുകയാണ് കേട്ടോ. ഇവർ പോകുമ്പോൾ വേറൊരു കാറ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ദേവരാജൻ്റെ കാറ് മോളെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമം നടത്താൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവരും ഈ ഒരു കാറിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൻ്റെ ഗേറ്റ് എത്തി മോള് ഇറങ്ങിയിട്ട് ഇങ്ങനെ യാത്ര പറയാൻ കേട്ടോ. അപ്പോൾ നാളെ എന്നെ കൊണ്ടുപോകാൻ വരും, അച്ഛൻ കൊണ്ടുവന്നാക്കുമെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അച്ഛനും അമ്മയും ജോലിക്ക് പോകല്ലേ, ഇനി വീക്കെൻഡിലല്ലേ വരുള്ളൂ എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് പോകാൻ കേട്ടോ. വേദേനോട് മോള് ടാറ്റൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ വേദ തൻ്റെ വണ്ടി കയറി പോകാൻ പോകുമ്പോൾ തരുൺ പറയാണ്, വേദ ഒരു കാര്യം ചെയ്യ്, താൻ എൻ്റെ വണ്ടിയിൽ വായോ, കാറിനോട് ഫോളോ ചെയ്യാൻ പറയും കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? അത് കുറച്ച് കാര്യങ്ങളാണ്, പേഴ്സണലാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഡ്രൈവർ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഈ കാറിൽ പോകാമെന്ന് പറയും കേട്ടോ. അങ്ങനെ ശരി എന്ന് പറയാൻ കേട്ടോ. എന്താ പതിവില്ലാതെ ചോദിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്, പേഴ്സണലാണെന്നൊക്കെ പറയും. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് വേദ ചെന്നിട്ട് ഡ്രൈവറോട് കാറിനെ ഫോളോ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ വേദ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറാൻ പോകും കേട്ടോ. അപ്പോൾ തരുൺ പറയും, അവിടെയല്ല ഫ്രണ്ടിലിരിക്കാൻ പറയും കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ വേദ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് അവരിങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ തരുണൊന്നും മിണ്ടാതെ ഇങ്ങനെ പോകുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, ആക്ച്വലി എനിക്ക് വേദനയോടത്ത് ചോദിക്കേണ്ട കാര്യമില്ല, പക്ഷേ എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. എന്താണെന്ന് പറയുമെന്ന് പറയും കേട്ടോ. അത് ഗൗരിമോളുടെ കാര്യമാണ്. ഗൗരിമോൾക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, സത്യങ്ങൾ അവൾ അറിയണം. നാളെ ഒരിക്കലും അവളുടെ അമ്മ വേദയല്ലാന്ന് അറിയുമ്പോൾ അവൾക്കത് ഫീലാവും. അപ്പോൾ പിന്നെ ഇപ്പോഴേ അറിയുന്നതല്ലേ നല്ലത്. അവളെ നോക്കാൻ വന്ന ഒരു ആയയാണ് വേദ എന്നുള്ള കാര്യം ഞാൻ മോളോട് തുറന്നു പറയാൻ പോകുകയാണെന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വേദയ്ക്ക് സങ്കടം വരികയാണ്. എന്തുതന്നെയായാലും വേദ അവളുടെ അമ്മയൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കത് തുറന്നു പറയുന്നതിൽ കുറ്റമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. വേദയ്ക്ക് സങ്കടം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം വേദ അവളെ ഒരു അമ്മേനെ പോലെ നോക്കിയിട്ടൊക്കെ ഉണ്ട്, ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. പെട്ടെന്ന് വേദ ഇങ്ങനെ സൈഡ് തിരിഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടയ്ക്കാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഫ്രണ്ടിൽ കൂടെ വിക്രമ് വരുന്നത്. വേദ കാണാണ് കേട്ടോ. വേദ പെട്ടെന്ന് തന്നെ സ്റ്റക്കായി പോവുകയാണ് കേട്ടോ. വിക്രമിനെ കാണുമ്പോഴേക്കും വേദ ചാടി എഴുതിട്ട് സ്റ്റോപ്പ് ദ കാർ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്ത് ചോദിക്കേണ്ടത്
വരുൺ സ്റ്റോപ്പ് ദ കാർ എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വരുണിൻ്റെ അടുത്തേക്ക് വരുണിനോട് പറയാം കേട്ടോ. അങ്ങനെ കാറ് ഡോറ് തുറന്ന് വേഗം ചാടി ഓടാണ് കേട്ടോ വേദ വിക്രമിൻ്റെ പിന്നിൽ കൂടെ. പക്ഷേ അപ്പോഴേക്കും വിക്രമ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ വേദ കുറച്ച് സമയം അങ്ങനെ നോക്കി നിൽക്കുകയാണ് സ്റ്റക്കായിട്ട്. അപ്പോഴേക്കും തരുൺ വന്നിട്ട് ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേദ ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറയട്ടെ. എന്നിട്ട് പറയും പിന്നെ മോളോട് ഞാൻ അമ്മയല്ലാന്ന് തുറന്നു പറയുന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ തന്നെ തരുൺ ഒരു കാര്യം ചെയ്യണം. തരുണിൻ്റെ അമ്മനെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം വേണം ഞാൻ മോളുടെ അമ്മയല്ലാന്ന് തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. അത് പറയുന്നത് കേൾക്കുമ്പോൾ തരുൺ എന്താ അങ്ങനെ ഒരു ഡൗട്ട് പോലെ തോന്നിയിട്ട് ഇങ്ങനെ തരുൺ ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ തിരികെ പോവുകയാണ്. തിരികെ പോകുമ്പോൾ വേദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്ന കാണിച്ചിട്ട് 5 എപ്പിസോഡുകളും അവസാനിക്കുകയാണ്.